ക്യാൻസർ ഒരു വീട്ടിൽ കടന്നു വന്നാൽ ആ വീട്ടിലെ എല്ലാ സന്തോഷവും അവസാനിക്കുകയാണെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നൽ പറഞ്ഞു. നമുക്കറിയാം, ഒരു ക്യാൻസർ രോഗം ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും പരിഹരിക്കണം. ആ വീട് വലിയൊരു മൂകമായ ഒരു അന്തരീക്ഷത്തിലുള്ള വീടായിരുന്നു. കാരണം ക്യാൻസർ എന്ന ആ മഹാരോഗം പിടിപെട്ടാൽ ആ വ്യക്തിക്ക് മരണം സുനിശ്ചിതമാണ് എന്ന് തോന്നൽ നമ്മുടെ മനസ്സിൽ ഭയം കെട്ടിരിക്കുകയും നമ്മുടെ വീട്ടിലെ സന്തോഷവും നമുക്ക് എല്ലാവർക്കും ഏകാന്തതയുമായിക്കൊണ്ട് മൊത്തത്തിൽ ആ വീട് ഒരു നരകതുല്യമാകുന്ന ഒരവസ്ഥയാണ്. അമിത രാസ കീടനാശിനി പ്രയോഗവും ഭക്ഷ്യവസ്തുക്കളിലെ മായവും മൂലം ഇടുക്കി ജില്ലയിൽ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ക്യാൻസറിനെതിരെ വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. വർദ്ധിച്ചു വരുന്ന ക്യാൻസറിനെതിരെ നെടുങ്കണ്ടം റോട്ടറി ക്ലബ്ബും MES കോളേജും ചേർന്ന് നെടുങ്കണ്ടം ടൗണിൽ വലിയ റാലി സംഘടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ അണക്കര റോട്ടറി ക്ലബ്ബും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലും ചേർന്ന് അണക്കര SNDP യോഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. ചടങ്ങിൽ റോട്ടറി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ PA ജോസഫിൽ നിന്നും പാലിയേറ്റീവ് എക്സലൻസ് അവാർഡ് ശ്രീമതി ബിന്ദു മോഹനൻ ഏറ്റുവാങ്ങി. തുടർന്ന് ഹോസ്പിറ്റൽ ടീമുകളെയും ആശാവർക്കർമാരെയും ആദരിച്ചു. ശ്രീ ബെന്നി ഇലവുംമൂടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെമിനാർ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്തു. റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ ശ്രീ പ്രവീൺ ലാൽ സ്വാഗതം ആശംസിച്ച സെമിനാറിൽ നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നൽ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK രാമചന്ദ്രൻ, അമ്മയ്ക്കൊരു ഉമ്മ കൂട്ടായ്മ ചെയർമാൻ ശ്രീ സാബു കുറ്റിപ്പളാക്കൽ, റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ ശ്രീ യൂനസ് സിദ്ദീഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജിജോ, CDS ചെയർപേഴ്സൺ ശ്രീമതി ബീന ബിസി, മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ശ്രീ എബിൻ വർഗീസ്, അണക്കര റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ശ്രീ നിക്സൺ തോമസ്, ട്രഷറർ ശ്രീ ഷിനോദ്, ആശാവർക്കർ ശ്രീമതി തുളസി പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ പ്രോഗ്രാമിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈ സിറ്റി ആതുര സേവന രംഗത്ത് ഈ കഴിഞ്ഞ 3 വർഷക്കാലമായി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതെല്ലാം മാനവരാശിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ക്യാൻസർ എന്ന മഹാമാരിയെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈ സിറ്റി ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലും റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈ സിറ്റിയും സംയുക്തമായി ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. 2 ഓർഗനൈസേഷനുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈ സിറ്റി, രണ്ടാമത് ഇതിന് വേണ്ടതായ എല്ലാ കൈത്താങ്ങും നൽകുന്നത് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററാണ്. റോട്ടറി ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്, ഇവിടെ അണക്കരയില് വളരെ സുസ്ഥിരമായ രീതിയിൽ അത് പ്രവർത്തിച്ചു വരുന്നു. അതുപോലെയുള്ള മാരകമായ അസുഖങ്ങൾ രക്ഷിക്കുന്നതിന് വേണ്ടി റോട്ടറി ചെയ്യുന്ന സേവനങ്ങൾ അത്ര വലിയതാണ്. ഞാൻ ഈ സമയത്ത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. റോട്ടറി അണക്കര സ്പൈ സിറ്റി എന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആൾക്കാരെ ബോധവൽക്കരിക്കുന്നതിനും അവരുടെ ഭയം നീക്കുന്നതിനുമായിട്ടാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റൽ പ്രധാനമായിട്ടും ക്യാൻസർ ചികിത്സയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഡോക്ടറുടെ മകളുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ പിതാവെന്ന് പറഞ്ഞാൽ ആളുടെ മകളുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഡോക്ടറി ഹോസ്പിറ്റൽ കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നത്.
നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് നടത്തിയ ക്യാമ്പിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളുടെയും ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭീകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയില് ഇന്ന് അതിന്റെ ആനുപാതികമായി കണക്കെടുക്കാൻ ഏകദേശം 40% ആളുകൾ ഇന്ന് ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞതായിട്ടാണ് കണക്കുകൾ. അതിലേറെ ഒത്തിരി ശാസ്ത്രീയ വശങ്ങൾക്കാണ്, ഒത്തിരി വിഷയങ്ങൾക്കാണ്. പക്ഷേ നമുക്ക് ഇതിനായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ക്യാൻസർ രോഗം ആദ്യമേ കണ്ടുപിടിച്ചാൽ ഇവിടെ നോട്ടീസ് സൂചിപ്പിച്ചിട്ടുണ്ട്, ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ഈസ് ഏർലി ഡിറ്റക്ഷൻ എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രോഗം ആദ്യമേ നിർണയിച്ചാൽ ഈ രോഗം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയാവുന്ന രോഗമാണ്. നമുക്കറിയാം, ഒരു ക്യാൻസർ രോഗം ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും വലിയ ആ വീട് വലിയൊരു മൂകമായ ഒരു അന്തരീക്ഷത്തിലുള്ള വീടായിരുന്നു. കാരണം ക്യാൻസർ എന്ന ആ മഹാരോഗം പിടിപെട്ടാൽ ആ വ്യക്തിക്ക് മരണം സുനിശ്ചിതമാണ് എന്ന് തോന്നൽ നമ്മുടെ മനസ്സിൽ ഭയപ്പെട്ടിരിക്കുകയും നമ്മുടെ വീട്ടിലെ സന്തോഷവും നമുക്ക് എല്ലാവർക്കും ഏകാന്തമായിക്കൊണ്ട് ഒത്തത്തിൽ ആ വീട് ഒരു നരകതുല്യമാകുന്ന ഒരവസ്ഥയാണ് ഒരു ക്യാൻസർ. നമുക്കറിയാം, ഇന്ന് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഞാൻ സൂചിപ്പിച്ച ഒരു ക്യാൻസർ, അതുപോലെ തന്നെ ഡയാലിസിസ്. നമുക്കറിയാം, ഷുഗർ രോഗം പിടിപെട്ട് കിഡ്നി വീക്കാൽ നമുക്കറിയാം, ഷുഗർ കൂടെ മാത്രം കിഡ്നി വീക്കാകില്ല, മറ്റ് പേരുകളൊക്കെ കഴിച്ചത് വഴി നമ്മുടെ കിഡ്നി വീക്കാകാൻ അവസ്ഥ. അങ്ങനെ കിഡ്നി വീക്കായി കഴിഞ്ഞാൽ അവരെ രോഗം മൂർച്ഛിച്ച അവസാനം ഡയാലിസിസ് തുടങ്ങി 1 ആയി 2 ആയി 3 ആയി അവസാനം ആ രോഗം പിടിപെട്ട വ്യക്തികൾ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്നതാണ്. മരിച്ചാണ് രോഗം വരുന്നത്. പക്ഷേ ക്യാൻസർ വന്ന പലരെയും ഭേദമായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ലോകമെമ്പാടുമുള്ള 160 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക സേവന സന്നദ്ധ സംഘടനയെന്ന റോട്ടറിയുടെ ബലവത്തമായ ചങ്ങലയിലെ ബലമുള്ള ഒരു കണ്ണിയാണ് അണക്കര സ്പൈസി. ഈ അണക്കര സ്പൈസിറ്റി ഇതിനോടകം തന്നെ ജനോപകാരപ്രദങ്ങളായ ധാരാളം പ്രോഗ്രാമുകൾ ഇവിടെ നടത്തിയതായി നിങ്ങൾക്കറിയാം. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മീറ്റിങ്ങുകൾക്ക് എല്ലാം കൂടെ പ്രാധാന്യം നമുക്ക് രോഗനിർണയം നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോധവൽക്കരണ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് എന്നതിനാൽ ഞാൻ കൂടുതൽ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും ഇവിടെ നമ്മുടെ എന്റെ ഒരു സുഹൃത്തും ഒരു ചാനൽ ഉടമയുമായ ന്യൂസ് 20 എന്ന ചാനലുകാർ ഇവിടെ വന്ന ഉടനെ തന്നെ എനിക്ക് ഒരു ന്യൂസ് ഇത് തന്നു. അതായത് ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് സയൻസ് റിസർച്ച് എന്ന സംഘടനയുടെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിലെ ഏലം കർഷകർക്കിടയിൽ നിന്ന് 49% ആൾക്കാർക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. അപ്പൊ അതില് മാരകമായ വിഷങ്ങളുടെ ഉപയോഗം കൊണ്ട് മാത്രമല്ല, നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നും മറ്റൊക്കെ വരുന്ന പച്ചക്കറികളിലുള്ള അമിതമായ വിഷപ്രയോഗം മറ്റൊരു കാരണമായിരിക്കാം. ഏതായാലും എന്തിന്റെ പേരിലാണെങ്കിലും ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഈ മാരകമായ രോഗം ബാധിക്കുന്നതിന് പ്രധാന കാരണം നമ്മുടെ ഇന്നത്തെ കൃഷിരീതി തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. റോട്ടറി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ PM ജോസഫിൽ നിന്നും പാലിയേറ്റീവ് എക്സലൻസ് അവാർഡ് ശ്രീമതി ബിന്ദു മോഹനൻ ഏറ്റുവാങ്ങി. സ്മിത ഹോസ്പിറ്റലിന് ആദരവ് നൽകുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഹൈറേഞ്ചിലേക്ക്, നമ്മുടെ അണക്കരയിലേക്ക് ഇത്തരത്തിലൊരു ക്യാമ്പുമായിട്ട് കടന്നു വരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. സ്മിത ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ മുമ്പ് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏറ്റവും സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടു കൂടി സ്മിത ഹോസ്പിറ്റലിനുള്ള ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട സ്കൂൾ നമ്മുടെ സ്മിത ഹോസ്പിറ്റലിന്റെ ടീമിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഇത്തരത്തിൽ സംഘടിപ്പിച്ച അണക്കര സ്പൈസിറ്റിക്ക് റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. താങ്ക് യു.
ഉണ്ടാകുന്ന കൃഷിയാണ് ഏലം കൃഷി എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാ കൃഷികളും ഉപേക്ഷിച്ചുകൊണ്ട് ഏലം കൃഷിയിലേക്ക് മുഴുവൻ ആളുകൾ നീങ്ങിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി പരിചരണം നടത്തുന്നത് ഒന്ന് കൂടുതൽ വിളവെടുക്കുവാനും അതുപോലെ തന്നെ ആദായം കിട്ടുന്നതിന് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏലം കൃഷിക്ക് ഏതെല്ലാം മരുന്നുകളും വളങ്ങളും എല്ലാം ഉപയോഗിക്കുക അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നിരോധിക്കപ്പെട്ട മരുന്നുകൾ നമ്മുടെ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് സുലഭമായി നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നത് ഇവിടേക്ക് കൊണ്ടുവന്ന് നിരന്തരമായി ഈ മരുന്നുകളുടെ അമിതമായ പ്രയോഗം അതുപോലെ തന്നെ രാസവളങ്ങളുടെ അമിതമായ പ്രയോഗം അതെല്ലാം വലിയ തോതിൽ നമ്മുടെ രോഗവർദ്ധനയ്ക്ക് കാരണമാകുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ നമ്മൾ ശ്വസിക്കുന്ന വായു ഈ വിഷമടിക്കുന്നത് അന്തരീക്ഷത്തിൽ പടർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം ഈ ഏലം കൃഷിക്ക് ഉപയോഗിക്കുന്ന മരുന്നും അതുപോലെ തന്നെ വളങ്ങളും എല്ലാം മണ്ണിനടിയിലേക്ക് എത്തി ആ ജലമാണ് നമ്മൾ കുടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് വലിയ തോതിൽ ക്യാൻസർ ബാധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തമിഴ്നാട്ടിൽ വലിയ മാരകമായ വിഷങ്ങളാണ് എല്ലാ ഈ ഭക്ഷ്യ സാധനങ്ങളിൽ എല്ലാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാമാണ് നമുക്കിവിടെ സുലഭമായി. നമ്മളിവിടെ യാതൊരുവിധ ഭക്ഷ്യവിളകളും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ പോലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അത് വലിയ തോതിൽ ഈ തമിഴ്നാട്ടിലെ ബിസിനസ്സുകാർ അവിടെ കൃഷിയിലൂടെ ഇത് വലിയ തോതിൽ മാരക വിഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃഷി നടത്തുന്നത്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ക്രാബേജിന് മാരകമായ വിഷമാണ് അടിക്കുന്നത്. അതിന് മാറ്റമൊന്നും വരുന്നില്ല. അത് ഇതിൻ്റെ ഇല മടങ്ങി അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതുപോലെ ഓരോ സാധനവും മുന്തിരി കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതാണ് കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും മാരകമായ വിഷമാണ്. ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാൻ കഴിയുന്നതാണ്. ഞാൻ ഒരിക്കൽ തമിഴ്നാട്ടിലേക്ക് സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഈ വിഷം കലക്കിയിട്ട് അത് മുന്തിരിയിലേക്ക് അങ്ങ് മുക്കുകയാണ്. അതാണ് കൂടുതൽ ഇതിങ്ങനെ ദൈനംദിനമായി ഈ വിഷങ്ങൾ ഉപയോഗിക്കുന്ന സാധനം ഇവിടെ നമ്മൾ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇത് നമ്മുടെ ജില്ലയിലെ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ വലിയ തോതിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ രോഗം പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും വലിയ തോതിലുള്ള ഈ പല രാസപദാർത്ഥങ്ങൾ കെമിക്കലുകൾ ചേർന്ന ഭക്ഷണമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതെല്ലാം വലിയ തോതിൽ രോഗം പടർത്തുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ ഇത് പഠിപ്പിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുന്ന തരത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പിന് എല്ലാവിധ ഭാവുകങ്ങളും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ നേടുന്നതിനായി കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീമതി ലീന വിശേഷിപ്പിക്കും. ആദ്യം തന്നെ കുടുംബശ്രീയുടെ ഭാഗമായി അന്വേഷിച്ച ഈ ലോട്ടറിയിലേക്ക് ആദ്യമായി തന്നെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ എന്നുള്ള ഞാൻ സീരിയസ് സമയത്തിന്റെ ആ പറഞ്ഞാൽ എല്ലാവരും നോക്കണം. പക്ഷെ അന്ന് താല്പര്യമില്ല. ഇത് പെട്ടെന്ന് ഉണ്ടായാൽ തന്നെ നമ്മൾ പെട്ടെന്ന് അറിയുമ്പോൾ ഒരു പേടിയാണ്. പക്ഷെ മനുഷ്യ ശരീരത്തെ കാണുന്ന തിന്നുന്ന ക്യാൻസർ നമ്മൾ ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അങ്ങനെയായിട്ട് നമ്മൾ 4th സ്റ്റേജൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ക്യാൻസർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഒരു കാരണവശാലും എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ ഒരു 4th സ്റ്റേജിൽ ക്യാൻസർ വന്നയാളാണ്. അപ്പം അച്ഛന് 4th സ്റ്റേജിൽ ക്യാൻസർ വന്നിട്ട് 2 മാസത്തോളം മാത്രമേ അച്ഛൻ ജീവിച്ചിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പ് ഇപ്പം നമ്മുടെ അണക്കരയിൽ റോട്ടറികളുടെ നേതൃത്വത്തിൽ ഇത്രയും നല്ലൊരു ക്യാമ്പ് കൊണ്ടുവന്നത് നമ്മുടെ അണക്കരയിലെ പ്രദേശവാസികൾക്ക് ഇത്രയും നല്ലൊരു ക്യാമ്പ് റോട്ടറികളുടെ നേതൃത്വം നൽകി നമുക്ക് കൊണ്ടുവന്നു. പക്ഷെ അതിന്റെ ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ ആൾക്കാർക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്നാലും കുറെ ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇത്രയും നല്ലൊരു ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടി. ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ ഒരു വൈകുന്നേരം ഈ യോഗത്തിന് അധ്യക്ഷത അലങ്കരിച്ച റോട്ടറി ക്ലബ് ഓഫ് മലങ്കര സ്പൈസിറ്റിയുടെ പ്രസിഡന്റ് റോട്ടറി ലിലി ജോൺ നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ചക്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് പുതുന്ന അവരോടുള്ള കൃതജ്ഞതയിൽ പ്രത്യേകമായി നടത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഈ യോഗത്തിന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ രാജൻ നേതാക്കൾ അവരോടുള്ള നന്ദി ഹാർദവമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.